അച്ഛനും അമ്മയും ഒരു തുണ്ടുപടത്തിൽ അഭിനയിച്ചു. അത് നിന്റെ കൂട്ടുകാരനിരുന്ന് കാണുകയാണ്. എന്നിട്ട് റോക്കറ്റും വിട്ട് കളിക്കുകയാണ്. നീ അത് കണ്ടിട്ട് രസിക്കുമോ, ദേഷ്യം വരുമോ, സങ്കടം വരുമോ, അവനെ തല്ലാൻ തോന്നുമോ, അതോ നിനക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നുമോ? ഇത് ഞാൻ പറയാൻ കാരണം ഇപ്പൊ യൂട്യൂബിലൂടെ വരുമാനം നന്നായിട്ട് കിട്ടുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഫാമിലി വ്ളോഗ്സിനാണെങ്കിൽ നല്ല ക്ലിക്ക് ബൈറ്റും ഇപ്പൊ നന്നായിട്ടുണ്ട്. ആദ്യം ഫാമിലി വ്ളോഗ് പറഞ്ഞിട്ട് കുറെ ഫാമിലി വ്ളോഗ് തുടങ്ങുകയും ചെയ്യും. പിന്നെ അവര് നേരെ ഫാമിലി വ്ളോഗ്സ് മാറ്റിയിട്ട് പോൺ വീഡിയോസ് ആണ് എടുക്കുന്നത്. അത് കാണാൻ വേണ്ടിയിട്ട് മെമ്പേഴ്സിന് മാത്രമേ ഉള്ളൂ. അതിന് സബ്സ്ക്രിപ്ഷൻ ഫീസായിട്ട് നല്ല ഫീസും കൂടുതലാണ്. ഇതിപ്പോ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. ഷാരൻ രാജ് എന്ന ഇൻസ്റ്റാഗ്രാം വ്ളോഗർ ഉണ്ട്. ഇദ്ദേഹമാണ് അഡൾട്ട് വീഡിയോസ് ആദ്യം ഇട്ടിട്ടിട്ട് നല്ല രീതിയിൽ ഫേമസ് ആയി, നല്ല പൈസ ഉണ്ടാക്കി, നല്ല വിമർശനം കിട്ടിയതും കൊണ്ട് തന്നെ അതിന് റീച്ചും കൂടി, അതിന് സമ്പാദ്യവും കൂടി. എന്നാൽ ഇദ്ദേഹത്തിന്റെ സഹോദരി ഇതേ സമാനമായിട്ടുള്ള രീതിയിൽ ഒരു പുതിയ സിനിമ കൊണ്ടുവന്നിട്ടുണ്ട്. ഡേർട്ടി ഡെവിൾ എന്നാണ് അതിന്റെ പേര്. ഇതിന്റെ പോസ്റ്ററും പ്രൊമോഷൻ വീഡിയോയും എല്ലാം സോഷ്യൽ മീഡിയയിൽ നല്ല വൈറലും ആയിട്ടുണ്ട്. എന്നാൽ ഈ തുണ്ടുപടത്തിലോ അവരുടെ കുടുംബം മൊത്തം അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ കുടുംബം എല്ലാവരും കൂടി അത് പ്രൊമോഷനും ചെയ്തിട്ടുണ്ട്. ഭർത്താവ് തന്നെ ഭാര്യനെ വെച്ചിട്ട് പീസ് പടം എടുത്തിട്ട് അങ്ങടെ ലോകത്ത് മൊത്തം കാണിക്കുകയാണ്. ഇനി മക്കൾ എന്റെ അമ്മയുടെ ഏപ്പട പറഞ്ഞിട്ട് ഷെയർ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവർക്ക് മക്കളുണ്ടോന്നും എനിക്കറിയില്ല. ഇങ്ങനെ പെയ്ഡ് വീഡിയോസ് ഇറക്കുന്ന കേരളത്തിലെ സമൂഹത്തിന്റെ വ്യവസ്ഥിതിക്ക് എതിരാണ് എന്ന് പലരും അഭിപ്രായപ്പെടാറുമുണ്ട്. പക്ഷെ ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. എല്ലാവർക്കും പണം വേണം. പണം നമുക്ക് ഏത് വഴിനെ സമ്പാദിക്കാം. അവര് ഈ വഴി തെരഞ്ഞെടുത്തു. പിന്നെ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, ഒരുത്തന് അവന്റെ ഭാര്യനെ, അമ്മേനെയും മക്കളെയൊക്കെ കൂട്ടിക്കൊടുക്കുന്നതിന്, പൈസ കിട്ടുന്നതിന് അവനൊരു ഉളുപ്പുമില്ലെങ്കിൽ കാണുന്ന നമുക്ക് എന്തിനാ ഇത്ര കഷ്ടപ്പാട്? ഒരു കുടുംബം മൊത്തം കൂട്ടിക്കൊടുപ്പുകാരായതും കൊണ്ട് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാനാ അല്ലേ? അവരുടെ കുടുംബത്തിന് ആത്മാഭിമാനം പണയം വെക്കണതിന് പ്രശ്നമൊന്നുമില്ലെങ്കിൽ കാണുന്ന നമുക്കൊക്കെ എന്താ അല്ലേ പ്രശ്നം? ഈ ഡബിൾ സീരീസിന്റെ പോസ്റ്റർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഇവന്റെ പെങ്ങളും ഇതുപോലത്തെ സീരീസ് ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് പ്രൊമോട്ട് ചെയ്യുകയാണോ, അതോ ഇവന്റെ പെങ്ങളും പണി തുടങ്ങി എന്ന് പറഞ്ഞിട്ട് പറയാൻ ശ്രമിക്കുകയാണോ എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ലാതായി പോയി. പലരും പറയും പണമല്ല എല്ലാം എന്നുള്ളത്. തെറ്റായ ഒരു കാര്യമാണ്. പണം തന്നെയെല്ലാം. പണം സമ്പാദിക്കാൻ നമുക്ക് ഏത് വഴിയും തിരഞ്ഞെടുക്കാം. അതിനവർ ഈ വഴി തിരഞ്ഞെടുത്തു. അതിനവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. നിങ്ങൾ എന്തോ കുറ്റം പറഞ്ഞോ, നിങ്ങൾക്ക് പണം മാത്രം മതി. ശരിയാണ്, നമുക്ക് പണം മാത്രം മതിയല്ലോ. കുറ്റം പറയണവര് കുറ്റം പറഞ്ഞുകൊണ്ടല്ലേ ഇരിക്കുള്ളൂ. അവരിപ്പോ കാണിച്ചുകൊണ്ട് കാശുണ്ടാക്കട്ടെ. അതിലിപ്പോ നമ്മൾ അസൂയപ്പെട്ടിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോഴും ഒരു കാര്യം ഓർമ്മ വന്ന്, പണ്ട് സണ്ണി ലിയോൺ ഇതുപോലെ ബ്രാസേഴ്സിൽ നന്നായി പ്രത്യക്ഷപ്പെട്ടതാണ്. പിന്നെ അവര് നേരെ സിനിമയിലേക്ക് മാറി. ഇപ്പൊ അവരെന്തായാലും ഒതുങ്ങിക്കൂടി. ഇപ്പൊ അവരെ എല്ലാവരും ന്യായീകരിക്കണമുണ്ട്. അവരെ ആരും കുറ്റം പറയണമില്ല. ഭാവിയിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവർക്കും സംഭവിക്കുക എന്ന് നമുക്ക് വിശ്വസിക്കാമെന്നല്ല, ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുകയുള്ളൂ. പണിയെടുക്കുന്ന തൊഴിലാളി വർഗത്തോടുള്ള പുച്ഛം കൊണ്ടൊന്നും അല്ല കേട്ടോ ഞാനിങ്ങനെ പറയുന്നത്.